എവിടെ അർജന്റായിട്ട് പോകാൻ തുടങ്ങിയാലും കണ്ണാടി വിട്ട് യാതൊരു കളിയുമില്ല. 10 പ്രാവശ്യം നോക്കാതെ എനിക്കൊരു സമാധാനം കിട്ടൂല. മരിയക്കുട്ടി എന്നെ കണ്ടിട്ട് കുറച്ച് ദിവസമായിട്ടോ. അപ്പൊ എന്നെ കണ്ടുകൊണ്ട് എന്റെ പേര് നീട്ടി വിളിക്കുക. കുഞ്ഞേട്ടനാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ കളി കണ്ടിട്ട് ക്ഷമയുടെ അങ്ങേയറ്റം കഴിഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ അമ്മായിയും ഞാനും കുഞ്ഞേട്ടനും കൂടി നേരെ വിടുന്നത് എങ്ങോട്ടാന്ന് പറഞ്ഞിട്ടില്ലല്ലേ. ഏട്ടന്റെ വൈഫിന്റെ വീട്ടിലോട്ട് തന്നെ അങ്ങോട്ട് പോവാൻ ചെറിയൊരു വിശേഷം ഉണ്ട് കേട്ടോ. പോകുന്ന വഴിയിൽ അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഒരു കടയിൽ കയറിട്ടോ. ആദ്യം സാരി മേടിക്കാന്നാണ് വിചാരിച്ചത്. എനിക്ക് ആ ബ്ലൂ നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു, അതേപോലെ തന്നെ ഗ്രീനും. അത് രണ്ടും എടുത്തില്ല. എനിക്കിഷ്ടമായത് കുഞ്ഞേട്ടന് ഇഷ്ടാവണ്ടേ. എന്നാ പിന്നെ ചുരിദാർ എടുക്കാന്ന് വെച്ചിട്ട് ചുരിദാറിന്റെ ഭാഗത്തോട്ട് പോയി. ഇവിടെ ഞാനൊന്നും മിണ്ടിയില്ല കേട്ടോ, കാരണം ഞാൻ പറയണതൊന്നും അവർക്ക് ഇഷ്ടാവില്ല. എന്നിട്ട് എന്നോട് ഒപ്പീനിയൻ ചോദിക്കും, അതിഷ്ടായോ എന്ന്. എന്നാൽ അതിഷ്ടായെന്ന് പറഞ്ഞാൽ അത് എടുക്കൂല. അതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നു. ഇതിപ്പോ പെണ്ണുങ്ങളെക്കാൾ കൂടുതലായിട്ട് സമയം കളയുന്നത് ഏട്ടനാട്ടോ. അവിടുന്ന് നേരെ ഏട്ടന്റെ പ്രിയധർമ്മിണിയുടെ വീട്ടിലോട്ട് വിട്ടു. വീട്ടിന്റെ മുമ്പിൽ ഞങ്ങൾ ഇറക്കി വിട്ടിട്ട് ഏട്ടൻ നേരെ ഉള്ളിലോട്ട് കയറിന്നെ. ഉള്ളിലോട്ട് കയറിയപ്പോൾ തന്നെ നമ്മുടെ പാവനെ നമ്മൾ എടുത്തിട്ടുണ്ട്. പാവയ്ക്കാണെന്നുണ്ടെങ്കിൽ വാക്സിൻ എടുത്തിട്ട് കാല് നല്ല വീക്കം വന്നിട്ടുണ്ട്, അത് ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ മേടിച്ച ഡ്രസ്സ് അവൾക്ക് കാണിച്ചു കൊടുത്തു, അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതെല്ലാം മേടിച്ച് വന്നിട്ട് എന്താണ് വിശേഷം എന്നല്ലേ, ഇവര് ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിയാണ്. പിന്നെ ചെറിയ രീതിയിലാട്ടോ കഴിച്ചത്. കാരണം റബിഷിയാണെന്നുണ്ടെങ്കിൽ റബിഷിയുടെ വീട്ടിലാണ്, ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടാണ് കേക്ക് കൊടുത്തത്. പിന്നെ അല്ലറ ചില്ലറ ആൾക്കാരൊക്കെ മിസ്സിംഗ് ആണ്. അപ്പൊ നെക്സ്റ്റ് ടൈം ഉഷാറാക്കും. ചെറിയ രീതിയിലാണ് പരിപാടി നടന്നതെന്നെങ്കിലും ഉഷാറായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഫുഡെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വിട്ടു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ബൈ.